ബഹുമാന്യരെ, സഹോദരന്മാരെ, ഈ പരിപാടിയെക്കുറിച്ച് അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സെഷൻ 11:15 അവസാനിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്ന് എന്നോട് അവിടുന്ന് ഇരുന്നപ്പോൾ പറയുകയുണ്ടായി. പിന്നൊരു ടീ ബ്രേക്കാണ്, 11:30 മറ്റ് ഡിസ്കഷൻസ് ആരംഭിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ആദ്യം ഒരു വിശദമായ പ്രസംഗം നടത്തിക്കളിയാന്നുള്ള മട്ടിലായിരുന്നു ഇത്. ഏതായാലും ഇതിനനുസരിച്ച് ക്രമീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മലയാള സിനിമയുടെ സർവതല സ്പർശിയായ വളർച്ചയ്ക്കും വികസനത്തിനുമായി സമഗ്രമായ ഒരു ചലച്ചിത്ര നയം രൂപീകരിക്കുക എന്നത് പ്രധാനമാണ്. ആ ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കേരള ഫിലിം പോളിസി കോൺക്ലേവിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. മറ്റ് പല കാര്യങ്ങളിലും രാജ്യത്തിനാകെ മാതൃകയായി തീർന്ന കേരളത്തിൻ്റെയും മലയാള സിനിമയുടെയും ശ്രദ്ധേയമായ ചുവടുവെപ്പാണ് ചലച്ചിത്ര നയ രൂപീകരണവും അതിനായി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കോൺക്ലേവ്. 1978 നവംബർ 7-ന് 1928 നവംബർ 7-ന് തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച JC ഡാനിയലിൻ്റെ വിഗതകുമാരനിൽ നിന്നാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത്. ആ തിരുവനന്തപുരം തന്നെ ഇത്തരമൊരു ഉദ്യമത്തിനും വേദിയാകുന്നുവെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിഗതകുമാരൻ പ്രദർശിപ്പിക്കപ്പെട്ടതിനെ തുടർന്നുള്ള ഘട്ടങ്ങളിൽ അതിവേഗത്തിലുള്ള വളർച്ചയ്ക്കും വികാസത്തിനും മലയാള സിനിമ സാക്ഷ്യം വഹിച്ചു. 1927 ജാസ് സിംഗർ എന്ന അമേരിക്കൻ ചിത്രത്തിലൂടെ ലോക സിനിമ സംസാരിച്ചു തുടങ്ങി. കേവലം 11 വർഷം പിന്നിട്ടപ്പോൾ ബാലൻ എന്ന ശബ്ദ സിനിമ മലയാളത്തിലുണ്ടായി. കഴിഞ്ഞ 9 ദശകക്കാലത്തിനുള്ളിൽ കേരളം എന്ന ദേശത്തെ ആഗോള ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ മലയാള സിനിമയ്ക്കും ഇവിടുത്തെ ചലച്ചിത്ര പ്രതിഭകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ മലയാള സിനിമ ഇതിനകം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഉയർന്ന സാക്ഷരത മാത്രമല്ല, ഉയർന്ന ദൃശ്യ സാക്ഷരതയും ഉന്നതമായ ചലച്ചിത്ര ആസ്വാദന ശേഷിയുമുള്ള നാടായി നമ്മുടെ കേരളം വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ട സാംസ്കാരിക ഊർജം പകരുന്നതിൽ മലയാള സിനിമ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിലെ പല ഭാഷകളിലെയും സിനിമകൾ അതിൻ്റെ ശൈശവദശയിൽ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ ആദ്യ സിനിമയായ വിഗതകുമാരനിലും ആദ്യ ശബ്ദ സിനിമയായ ബാലനിലും സാമൂഹ്യ പ്രസക്തമായ പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. പുരാണ കഥകൾ പറഞ്ഞ് കാണിയെ സ്വപ്ന സ്വർഗങ്ങളിലേക്ക് നയിക്കാനുതകുന്ന മാധ്യമം ആയിരുന്നിട്ടും മലയാള സിനിമ തുടക്കം മുതൽ മണ്ണിൽ ഉറച്ചു നിന്നു. സ്വാധീനശക്തി കൂടിയ ബഹുജന മാധ്യമം എന്ന നിലക്ക് ഒരു പ്രബുദ്ധ കേരളം പടുത്തുയർത്തുന്നതിൽ സിനിമയ്ക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ടായിരുന്നു. വിവിധ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു നിന്നിരുന്ന മലയാളികൾ ഒരൊറ്റ ഭാഷാ ദേശീയതയായി ഐക്യപ്പെടുന്നത് 50കളിലാണ്. വിവേചനങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ നിലകൊണ്ട നവോത്ഥാന പുരോഗമന പ്രസ്ഥാനവും അധിനിവേശത്തിനെതിരെ പൊരുതിയ ദേശീയ പ്രസ്ഥാനവുമാണ് മലയാള സിനിമയുടെ ആദ്യകാല ആശയമണ്ഡലത്തെ സ്വാധീനിച്ചത്. അവശവിഭാഗങ്ങളോടുള്ള അനുകമ്പയും എല്ലാവിധ അടിച്ചമർത്തലുകൾക്കും അനീതിക്കും എതിരായ പൊതുബോധവും ആ കാലഘട്ടത്തിലെ സിനിമ പ്രതിഫലിപ്പിച്ചു.
അങ്ങനെ 50 മുതൽ മലയാള സിനിമ അതിൻ്റെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കി. നവലോകം, നീലക്കുയിൽ, ന്യൂസ് പേപ്പർ ബോയ്, രാരിച്ചൻ എന്ന പൗരൻ തുടങ്ങിയ 50കളിലെ സിനിമകൾ അതിനുള്ള ഉദാഹരണങ്ങളാണ്. മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ആദ്യ ബഹുമതി നേടിക്കൊടുത്തത് 1954 പി. ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത നീലക്കുയിലാണ്. 1965 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ചെമ്മീൻ ദക്ഷിണേന്ത്യയിൽ ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ചിത്രമായിരുന്നു. പിന്നീട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന പ്രാദേശിക ഭാഷാ സിനിമയായി മലയാളം മാറി. ഇന്ത്യൻ നവതരംഗ സിനിമയുടെ പതാകവാഹകരായ അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയുടെ യശസ്സുയർത്തി. ഷാജി എൻ ഗരുഡൻ്റെ പിറവി 70ഓളം ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെടുകയും 31 പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. 4 മലയാളികൾ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച മലയാള ഭാഷയിലുള്ള ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന ചിത്രം കഴിഞ്ഞ വർഷം കാൻ മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുകയുണ്ടായി. കലാമൂല്യം കൊണ്ട് മാത്രമല്ല, വാണിജ്യമൂല്യം കൊണ്ടും മലയാള സിനിമ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. 1951 ജീവിതനൗകിയാണ് മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം. 1960 വരെ 10ൽ താഴെ സിനിമകൾ മാത്രമേ പ്രതിവർഷം മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടിരുന്നുള്ളൂ. 1965 പ്രതിവർഷം 30ൽ പരം സിനിമകൾ നിർമ്മിക്കുന്ന ഇൻഡസ്ട്രിയായി മലയാളം മാറി. 1978 മലയാള സിനിമകളുടെ എണ്ണം 100 കടന്നത്. ആ വർഷം 125 സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. 2010 ശേഷം ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ വ്യാപനത്തോടെ പ്രതിവർഷം 200ൽ പരം സിനിമകൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. കോവിഡ് മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കിയ 2020 പോലും 100ൽ പരം സിനിമകൾ സെൻസർ ചെയ്യപ്പെട്ടിരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. കോവിഡ് കാലത്ത് തിയേറ്ററുകൾ അടഞ്ഞുകിടന്നപ്പോൾ OTT പ്ലാറ്റ്ഫോമുകൾ എന്ന പുതിയ തിരശ്ശീലയുടെ സാധ്യതകൾ മലയാള സിനിമ ഫലപ്രദമായി ഉപയോഗിച്ചു. മലയാള സിനിമയെ അടിസ്ഥാനമാക്കി ബോളിവുഡല്ല ഇന്ത്യൻ സിനിമയുടെ ദ്രുതകർമ്മസേനയെന്ന് ഗാർഡിയൻ പത്രം എഴുതി. 2024 234 സിനിമകളാണ് മലയാളത്തിൽ സെൻസർ ചെയ്യപ്പെട്ടത്. സെൻസർ സർട്ടിഫിക്കറ്റിനായി സമർപ്പിക്കപ്പെടാത്ത സ്വതന്ത്ര സിനിമകളുടെ എണ്ണം ഇതിനു പുറമെയാണ്. ഇന്ത്യൻ സിനിമയുടെ 2024 മൊത്തം ഗ്രോസ് കളക്ഷൻ്റെ 20% മലയാള സിനിമയുടെ സംഭാവനയാണ് എന്ന് ചലച്ചിത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അന്യസംസ്ഥാനങ്ങളിലും മലയാള സിനിമ വലിയ വിപണി വിജയം നേടിയ വർഷമായിരുന്നു 2024. 2025 വലിയ പ്രദർശന വിജയം കൊയ്ത മലയാള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ സാമൂഹിക സാമ്പത്തിക രംഗവുമായി ഇഴചേർന്ന് കിടക്കുന്ന മലയാള സിനിമാ ലോകത്തെ കാലത്തിനൊത്ത് നവീകരിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും ഏറെ അനിവാര്യമാണ്. അതിനുതകുന്ന ഒരു ചുവടുവെപ്പാണ് ഈ കോൺക്ലേവ്. മലയാള സിനിമയുടെ ചരിത്രപരമായ മഹത്വത്തെക്കുറിച്ച് ഓർക്കുന്ന വേളയിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. അത് ഈ മഹത്വത്തെ ഇടിച്ചു തകർക്കാൻ ചിലർ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണ്. ഇന്നലെയാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ചലച്ചിത്രവും പുരസ്കാരങ്ങൾക്ക് അർഹമായവയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ കലക്കുള്ള അംഗീകാരമായി അതിനെ കണക്കാക്കാനാവില്ല. മറിച്ച് വർഗീയ വിദ്വേഷം പടർത്തുന്നതിനുള്ള ഉപാധിയായി ചലച്ചിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ. കേരളത്തിൻ്റെ
മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത്. ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ്. ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നത്. കലയെ വിലയിരുത്തുന്നതിന് കലക്കപ്പുറമുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർത്ത് അതിനെ വർഗീയത കൊണ്ട് പകരം വെക്കുന്നതിന് വേണ്ടി കലയെ ഉപയോഗിക്കണമെന്നുള്ള സന്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. കേരളത്തിലെ സാംസ്കാരിക സമൂഹം, വിശേഷിച്ച് ചലച്ചിത്ര സമൂഹം ദുരുപദിഷ്ടമായ ഈ നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം. കേരളത്തെ ഇത്തരത്തിൽ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെ കേരളത്തിൻ്റെ ചലച്ചിത്ര പൊതുബോധം ഒന്നാകെ ഉണരേണ്ടതുണ്ട്. നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയും ചരിത്രത്തെയും വിധ്വംസകമായി അവതരിപ്പിക്കുന്നതിന് അറുതി വരുത്തേണ്ടതുണ്ട്. മലയാള സിനിമ മഹത്വമാർജിച്ചത് അത് മണ്ണിനോടും മനസ്സിനോടും മാനവികതയോടും മതനിരപേക്ഷ ജീവിതക്രമത്തോടും ചേർന്നു നിന്നതുകൊണ്ടാണ്. ആടിത്തറക്ക് നേർക്കാണ് ആക്രമണമുണ്ടാകുന്നത്. ദേശീയ അവാർഡിന് അർഹമായ ഈ ചിത്രം വ്യാജ നിർമ്മിതികൾ കൊണ്ട് കേരളത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ലോകമാകെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അങ്ങനൊരു ഘട്ടത്തിലാണ് അതിനെ വക്രീകരിച്ച് അവതരിപ്പിക്കുകയും പരസ്പര സ്പർദ്ധ വളർത്തുന്നതിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഇത്തരം പ്രവണതകൾ തീർച്ചയായും ചലച്ചിത്ര ഇടങ്ങളിൽ ചർച്ച ചെയ്യപ്പെടണം. കേരളത്തിൽ നിന്നുള്ള ശ്രേഷ്ഠരായ ചില കലാകാരന്മാരും കലാകാരികളും ദേശീയ അവാർഡുകളിലൂടെ അംഗീകരിക്കപ്പെട്ടു എന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അവരെ അഭിനന്ദിക്കാനും ഈ അവസരം വിനിയോഗിക്കട്ടെ. അതോടൊപ്പം കേരള ചലച്ചിത്ര രംഗത്തിന് അർഹമായ തോതിലുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതും ഈ കോൺക്ലേവിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചലച്ചിത്ര രംഗത്ത് ധാരാളം സംഘടനകൾ ഇപ്പോഴുണ്ട്. സ്വാഭാവികമായും നേതൃതല മത്സരങ്ങളും ഉണ്ടാവും. ഈ ഇൻഡസ്ട്രി നിലനിന്നാലേ തങ്ങളുള്ളൂ എന്ന ബോധത്തോടെ ഈഗോ മാറ്റിവെച്ച് പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി എല്ലാവരും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. മലയാള ചലച്ചിത്ര മേഖലയുടെ വികസനത്തിനായി സർക്കാർ തലത്തിൽ വിവിധ ഇടപെടലുകൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. ആദ്യ ഇടപെടലുണ്ടാവുന്നത് 1967 EMS സർക്കാരിൻ്റെ കാലത്താണ്. ചലച്ചിത്ര വ്യവസായത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ പരമാവധി നടപടി സ്വീകരിക്കുമെന്ന് അന്നത്തെ വ്യവസായ നയത്തിൽ പറഞ്ഞിരുന്നു. തുടർന്ന് 1968 സിനിമയെ ചെറുകിട വ്യവസായങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ അനുവദിച്ചു. 1975 ജൂലൈ 23 കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത്. 1980 ജൂൺ 29 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തു. മദ്രാസിലുള്ള മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുകയായിരുന്നു പ്രധാന ലക്ഷ്യം. അതിനായി പ്രത്യേക സബ്സിഡി സർക്കാർ അനുവദിക്കുകയും ചെയ്തു. സർക്കാർ തലത്തിൽ ആദ്യമായി തിയേറ്റർ തുടങ്ങുന്നത് 1985 തിരുവനന്തപുരത്ത് കലാഭവൻ സ്ഥാപിതമായതിനു ശേഷം 1988-90 വർഷങ്ങളിലായി തിരുവനന്തപുരത്തും കോഴിക്കോടും കൈരളി, ശ്രീ തിയേറ്റർ സമുച്ചയങ്ങൾ തുടങ്ങി. ഇതിൻ്റെ എല്ലാം തുടർച്ചയാണ്
കഴിഞ്ഞ LDF സർക്കാരും ഈ സർക്കാരും ഏറ്റെടുക്കുന്നത്. 2019-20 സാമ്പത്തിക വർഷത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വനിതകൾക്ക് സിനിമാ നിർമ്മാണത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതി ചലച്ചിത്ര മേഖലയിൽ ആരംഭിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം 1.5 കോടി രൂപ വീതം 2 വനിതകൾക്ക് ധനസഹായം അനുവദിച്ചു വരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട നിഷിദ്ധോ, B32 മുതൽ 44 വരെ എന്നീ സിനിമകൾ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ചിത്രീകരണം പൂർത്തിയായ മുംത എന്ന ചിത്രത്തിൻ്റെ സാങ്കേതിക വിഭാഗം മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് വനിതകളാണ്. ഇന്ത്യയുടെ ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകളുടെ മാത്രം മേൽനോട്ടത്തിൽ പൂർത്തിയാവുന്ന ഒരു സിനിമ സർക്കാർ തലത്തിൽ നിർമ്മിക്കുന്നത്. കഴിഞ്ഞ മാസം നടന്ന 27ാമത് ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുകയും ചെയ്ത വിക്ടോറിയ എന്ന ചിത്രം സർക്കാർ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടതാണ്. 2021 മുതൽ SC/ST വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ചലച്ചിത്ര നിർമ്മാണത്തിനുള്ള സാമ്പത്തിക സഹായം നൽകി വരുന്നു. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ തലത്തിൽ നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നതും നമ്മുടെ കേരളത്തിലാണ്. 1998 ആഗസ്റ്റ് 17 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാരാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. TK രാമകൃഷ്ണനായിരുന്നു അന്നത്തെ സാംസ്കാരിക മന്ത്രി. ഇന്ത്യൻ സിനിമയുടെ ഗുണകരമായ മാറ്റത്തിനായി 1980 ശിവരാമകാരന്ത് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് സ്വീകരിച്ച നടപടികളുടെ ഫലമായിരുന്നു ഇത്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനിടയിൽ ഉയർന്ന കലാമൂല്യമുള്ള സിനിമകളുടെ പ്രോത്സാഹനത്തിനായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സ്തുത്യർഹമായ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തി വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ ഫിയാഫിൻ്റെ അംഗീകാരമുള്ള ചലച്ചിത്രമേളയായ IFFK 29 പതിപ്പുകൾ പൂർത്തിയാക്കി. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മേളയെന്ന ഖ്യാതി നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സിനിമാ രംഗത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. നേരത്തെ പറഞ്ഞ സമയ പരിമിതിയുണ്ട്. സിനിമകളിൽ ഒരു നിയന്ത്രണവുമില്ലാത്ത നിലയിൽ വയലൻസ് കടന്നു വരുന്നുവെന്ന് കരുതുന്നവരുണ്ട്. പ്രതീകാത്മകമായി അവതരിപ്പിക്കുമ്പോഴാണ് എന്തും കലാത്മകമാവുക. ഇക്കാര്യം ചലച്ചിത്ര സംവിധായകർ ഓർമ്മ വെക്കുന്നത് നന്നാകുമെന്നാണ് തോന്നുന്നത്. അതിഭീകര വയലൻസിൻ്റെ ദൃശ്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനോഘടനയെപ്പോലും വികലമാക്കുമെന്ന് പലരും ഭയപ്പെടുന്നു. മയക്കുമരുന്നിനെയും രാസലഹരിയെയും മഹത്വവൽക്കരിക്കുന്ന ചിത്രങ്ങൾ കൂടുതലായി ഉണ്ടാവുന്നതായി കരുതുന്നവരുണ്ട്. ഇതും ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് ഉപയോഗം പ്രചരിപ്പിക്കുന്നതിന് തുല്യമായ കുറ്റകൃത്യമാണ് അതിനെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്നതും. ചലച്ചിത്രങ്ങളുടെ ഇതിവൃത്തങ്ങളിൽ നിന്ന് മാത്രമല്ല, ചലച്ചിത്ര രംഗത്ത് നിന്നാകെ തന്നെ മയക്കുമരുന്ന് ഉപയോഗം തുടച്ചു നീക്കാനാവണം. സർക്കാർ ഇക്കാര്യത്തിൽ ദൃഢയുക്തതയോടെ തന്നെ ഇടപെടുകയാണ്. ചലച്ചിത്ര കലാരംഗത്തുള്ളവർ മാതൃക സൃഷ്ടിക്കും വിധം ഈ രംഗത്ത് പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളും വിഷയവിദഗ്ധരും പങ്കെടുക്കുന്ന ഈ ദ്വിദിന കോൺക്ലേവ് നൂതനമായ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാനുള്ള ഒരു തുറന്ന സംവാദവേദി കൂടിയായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ കോൺക്ലേവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി,
കേരള ഫിലിം പോളിസി കോൺക്ലേവിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചു കഴിഞ്ഞു. പ്രതീകാത്മകമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഏതൊരു സിനിമയുടെയും ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് ക്ലാപ്പ് ബോർഡ് അടിച്ചുകൊണ്ട് തന്നെയാണ്. ആ ചടങ്ങ് ഈ വേദിയിലും പ്രതീകാത്മകമായി നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാദരം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് ഈ ക്ലാപ്പ് ബോർഡ് നൽകുന്നത് KSFDC ബോർഡ് മെമ്പറും 2 തവണ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയുമായ ശ്രീമതി നവ്യ നായരാണ്. Srimati Navya Nair is handing over a clapboard which our Honorable Chief Minister will use to ceremoniously inaugurate the Kerala Film Policy Conclave. Thank you. ഈ ചടങ്ങിനെ തൻ്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുകയാണ് മലയാള സിനിമയുടെ